തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം സെക്രട്ടറിയുടെ മുന്നിൽ അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ഹർത്താൽ എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. 52 ദളിത് സംഘടനകൾ ചേർന്ന് ഈ നിതിന്റെ അജ്ജനഗഡിയിൽ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന ഹർത്താൽ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിരൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് ആദ്യ മണിക്കൂറുകളിൽ കടകൾ അടയ്ക്കുകയോ ബസ്സുകളോ മറ്റ് ഗതാഗത സംവിധാനങ്ങൾ തടയുകയോ ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് സർക്കാരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും തങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങളെ പാടെ അവഗണിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് കൂടുതൽ സമരക്കാർ റോഡിലേക്ക് ഇറങ്ങുകയും കടകൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊന്നും സംഘർഷമോ ഏതെങ്കിലും തരത്തിലുള്ള വാക്കേറ്റമോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും പള്ളിപ്പുറവും കണിയാപുരവും തമ്പാനൂരും ഒക്കെ നിലവിൽ ഇപ്പോൾ സമരക്കാരും യാത്രക്കാരും പോലീസും ഒക്കെ തമ്മിലുള്ള രൂക്ഷമായ വാക്കേറ്റങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തമ്പാനൂരിൽ തന്നെ മണിക്കൂറുകളോളം ബസ്സിൽ കാത്തിരുന്ന യാത്രക്കാർ പിന്നീട് സമരാനുകൂലികൾ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പിന്നീട് പോലീസ് ഇടപെട്ട് ഇത് പരിഹരിക്കുകയും അതിനുശേഷം സമരക്കാർ ബസ്സിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുറന്ന കടകൾ അടപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിനോട് ആദ്യം തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവർ അല്പസമയത്തിനകം അടച്ച കടകളൊക്കെ തുറന്നു പ്രവർത്തിക്കുമെന്നും എല്ലാ കടകളും സജീവമായി തന്നെ ഗതാഗതം സജീവമായതുപോലെ കടകളും സജീവമായി തന്നെ തുറന്നു പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സമരക്കാർ പ്രതിഷേധ പ്രകടനവുമായി തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരികയാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ശക്തി പ്രകടനം കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിനാണ് അവർ ഒരുങ്ങുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലും ആറ്റിങ്ങലും നെടുമങ്ങാടുമൊക്കെ ഈ പ്രതിഷേധവും സമര പരിപാടികളുമൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അജ്മൽ ദിറാറാണ് തിരുവനന്തപുരം സെക്രട്ടറിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.